നിക്ക് ഞാനാണ് ഷെഫ്. ഞാൻ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ചോളാം. എന്നിട്ടാണ് പോയാൽ മതി കേട്ടോ. താൻ പോയി ചെല്ല്. താൻ പോയി പരാതി പറഞ്ഞിട്ട് കയ്യടി വാങ്ങിയിട്ട് പോ. അല്ലെന്നൊരു കാര്യം ചെയ്യ്, ഞാൻ അവിടെ നിൽക്കാം. ഇജ്ജ് പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ കയ്യടി വാങ്ങ്. അല്ലെങ്കിൽ ഇല്ലാത്ത ഉണ്ടാക്കി പറഞ്ഞാൽ എന്നെ കഴിച്ചിട്ടല്ലേ ആളുള്ളൂ. ആരുടെ എല്ലാം ഉണ്ടാക്കി പറഞ്ഞ ആര് പറഞ്ഞു? താനാണ് പറഞ്ഞ. തള്ളി മറിക്കാൻ തന്നെ കഴിഞ്ഞിട്ട് ആരും. ഞാനെന്തോട് തള്ളി കുറച്ച് തന്റെ ബിരിയാണിയെ കുറിച്ച് ഭയങ്കര തള്ളായിരുന്നല്ലോ. ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി എല്ലാവരും കഴിച്ചോടുകൂടി ആ തള്ളങ്ങ് തീർന്നു. എന്ത് കൂടുതലൊന്നും പറയില്ല. ഇതൊക്കെ ഇത് കുറെ കാലം എൻ്റെ ബിരിയാണി ഒപ്പിനെ പറ്റിയിട്ട് ഇങ്ങനെ കുറ്റം പറയണേ. ഞാൻ എന്നെ പറഞ്ഞിട്ടില്ല, അടിച്ചെന്റെ പല്ലും കൊയ്ക്കും. താൻ ഏത് കൈ കൊണ്ടാണ് അടിച്ച് വലിയ കഴിക്കണത്? എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എൻ്റെ രണ്ട് കൈയും ബാലൻസ്. അവസാനം ബിരിയാണി ഇളക്കാൻ തന്റെ കൈ കാണൂല. ഞാൻ ചവിട്ടി ഓടിക്കുക. ഞാൻ കുറെ നാളോട് ഞാൻ നോക്കി ഇരിക്കുകയാണ്. കുറെ നേരം എൻ്റെ മേരക്ക് ഇങ്ങനെ കയറുന്നത് എന്നതാ കൊല്ലണോ? ഞാൻ കുറെ നാളോട് ഞാൻ നോക്കി വെച്ചു. ബുർജ് ഖലീഫന്റെ പൊക്കും അതിനെനിക്ക് ഒരു ഉറുപ്പിക്ക് ബുദ്ധിയില്ല. കാലയ്ക്ക് സുഖം. ഏത് ഗതി കെട്ട നേരത്താണാവോ? എന്തായിരുന്നു വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് രാവിലെ യുദ്ധം ഉണ്ടാക്കണ? അവസാനെ ഹോട്ടൽ തുടങ്ങുമ്പോൾ കാണാം ഇയാൾ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചിട്ട് ആൾക്കാർ മുട്ടൻ തെറി വിളിക്കണം. ഇയാൾ ജീവിതത്തിൽ കേൾക്കാതെ തെറി ആൾക്കാർ വിളിക്കണം. ഇയാളെ കേസോ ഇന്റെ എന്നെന്ത് വേണേ പറഞ്ഞോട്ടെ. എന്റെ പാചകത്തെ പറ്റി ഞാൻ അന്ന് ശ്രീകുടൻ ചേട്ടൻ പറഞ്ഞില്ല ഇയാളെ പറഞ്ഞൂടെ? വിട് പോട്ട് കുഞ്ഞാക്ക വിട്. കുഞ്ഞിക്കല്ല കുഞ്ഞാക്കയാണ്. കുഞ്ഞാക്കേ വിട്. പറ്റിയ പേര് കഞ്ഞിക്കാന്നാണ്. കഞ്ഞിക്ക അതാണ് ഇയാൾക്ക് പറ്റിയ പേര്. നല്ല കിട്ടോ മാറണ നിങ്ങൾ വിടുന്നില്ലേ? ഇപ്പൊ എന്തിനാണ് രണ്ടിനോട് വന്നേ? അല്ല എന്ത് വേണേ പറഞ്ഞു. എന്റെ പാചകത്തിനെ പറ്റി പറഞ്ഞു എനിക്ക് സഹിക്കൂല. ഓ ഇപ്പൊ എന്തിനു വന്നേ? അടി ഉണ്ടാക്കാനാണോ വന്നേ? അടി ഉണ്ടാക്കാനല്ല വന്നത്. ഞങ്ങൾ രണ്ടാളും കുറച്ച് കാലമായിട്ട് അവിടെ അനാഥപ്രേതങ്ങളെ മരുന്ന് നിൽക്കുകയാണ്. ഇവിടുന്ന് ആരും അങ്ങോട്ട് വരുന്നുമില്ല, ഒരു കാര്യം തീരുമാനിക്കണമില്ല. ഇന്ന് അതിന്റെ തീരുമാനം ഞങ്ങൾക്ക് അറിയണം. ഇവിടെ തന്നെ തീരുമാനം പറയാൻ പറ്റൂലല്ലോ. നമുക്ക് അകത്ത് കയറിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അങ്ങനെ അത് മതിയാ? അത് മതി. എന്നാ വാ നീ വാ. എന്തെങ്കിലും തീരുമാനമായാൽ മതി. നിക്ക് എടാ ചങ്ങായി, എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. ഞാനല്ലേ ഇവിടുത്തെ ഷെഫ്. അപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ പോയി പറയില്ല. അവിടെ ഇജ്ജെ കൂടെ ചാടി കയറി മുന്നോട്ട്. എന്തൊരു പിന്നെ അടി ഉണ്ടാക്കാൻ തുടങ്ങണ നിങ്ങള്? അല്ലാന്ന് ചേച്ചി ആ ചൂലിംഗ് എന്നാണ്? എതുക്ക് ഇയാളെ തലക്കിട്ട് രണ്ടെണ്ണം കൊടുക്കട്ടെ. വരണ വഴിയോട്ട് തുടങ്ങിയതാണ്. എത്ര നേരമായെന്ന് അറിയാൻ മതി. ഉണ്ണിക്കുട്ട കുഞ്ചിക്ക ഇപ്പൊ എന്നെ പ്രശ്നം? എനിക്ക് പോണം. തുടങ്ങി. ഇത് എന്നെ പ്രശ്നം മോളെ. ഞാൻ ഇവിടുത്തെ ചീപ്പ് ഷെഫാണ്. നിങ്ങൾ ചീപ്പാണ്. നിങ്ങളുടെ സ്വഭാവം പോലെ നിങ്ങൾ ചീപ്പാണ്. ഞാനൊരു മുതിർന്ന പാചകക്കാരനല്ലേ. ഇവരിന്നൊന്ന് ബഹുമാനിച്ചൂടെ? ഇവന് ഹോട്ടലിലെ പണി എന്താണ്? ടേബിൾ തുടക്കലോ അതോ അവിടുത്തെ മുതലാളിയോ അതോ എന്റെ കയ്യാളോ? ഹോട്ടലിലെ എല്ലാ വേലയും പാക്കറത്തുക്ക് തന്നെ ഇവനെ അപ്പോയിന്റ് പണിയിരിക്കോ? ഓ എന്റെ പൊന്നു മോളെ, ചെറിയൊരു പണി കൊടുത്തിട്ട് അത് ഭംഗി പോലെ ചെയ്യാൻ അവന് പറ്റണില്ല. നിങ്ങൾ ഇതുവരെ എനിക്ക് എന്തൊരു പണിയാണ് തന്നിട്ടുള്ളത്? എന്ത് പണി എന്നാലും എടുക്കുക. ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ ആ ഉണ്ടാക്കണ കുടിച്ചു അവസ്ഥയായത്. ഒരു കാര്യത്തിന് വിളിച്ച വരില്ല ചങ്ങായി. കുഞ്ഞിക്ക വീട് നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കല്ലേ? എന്തെന്ന് ഉണ്ണി ചേട്ടാ എന്റെ പൊന്ന് അമ്മായിയേ. ആമാ ഓണർ വരട്ടെ. ഓണർ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ല ഇതില് തീരുമാനം ഉണ്ടാക്കണോ, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓണർ വരട്ടെ. ഓണർ എവിടെ? പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എന്താ വൈക്ക് തിരിഞ്ഞു നോക്കാത്തത്? ഞങ്ങൾ എത്ര ദിവസമായി രണ്ടാളെ അനാഥ ആത്മാക്കളെ കുത്തിരിക്കണത്? ഞങ്ങൾ അങ്ങോട്ട് വരാം. കറക്റ്റ് ആയിട്ട് സാലറി തരണില്ലേ? സാലറി കിട്ടിയോട്ടൊന്നും കാര്യമില്ല. അത്യാവശ്യം പണി വേണം അവിടെ. എന്തൊക്കെ ജോലി അവിടെ കിടക്കണം, അതൊക്കെ ചെയ്തൂടെ കുഞ്ഞാക്ക? എന്ത് ജോലി ചെയ്യണേ? എന്തെങ്കിലും ഒരു ജോലി ഇവനെ പഠിപ്പിക്കാന്ന് വിചാരിച്ച എന്റെ തല കയറി നിരങ്ങ. നിങ്ങൾ എന്ത് ജോലി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്? പിന്നെ എന്തെങ്കിലും ജോലി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഒരു കട്ടൻ ചായക്ക് വെള്ളം വെക്കാൻ പറഞ്ഞപ്പോ പാലെടുത്ത് കളിപ്പിക്കാൻ നിൽക്കുക. ആദ്യം ഇങ്ങനത്തെ ആളെ നിങ്ങളെ കട്ടൻ ചായ ഇങ്ങനെ ബിരിയാണി എന്നെ അസുഖം എനിക്ക് മാറിയിട്ടില്ല. ഉണ്ണിക്കുട്ടാ എന്റെ പൊന്നു മോളെ, നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ ഞാൻ പോവും. എന്റെ പൊന്നു കുഞ്ഞാക്ക് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് അകത്തുനിന്ന് സംസാരിക്കാം. അങ്ങനെയാണെങ്കിലും ഓക്കെ, ഞാൻ വരാം. ഇപ്പൊ ഇവിടെ പുറത്ത് കേട്ടെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞാൻ പോണു. പോയിക്കോട്ടെടോ. എവിടെ വാ. ഞാനാണ് ഇവിടത്തെ മുതലാളി. ഞാൻ പറയണ നിങ്ങൾ കേൾക്കണം. ഓക്കെ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഇവിടെ വേണം. കുഞ്ഞാക്ക, ഉണ്ണിക്കുട്ടാ വാ. പിന്നെ മുതലാളി പറഞ്ഞ പിന്നെ വേറെ വർത്താനില്ല. വാടാ ഒരു. ഞാൻ വിചാരിച്ച പേര് മാത്രമേ ഉണ്ണിക്കുട്ടനുള്ളൂ. ഇതിപ്പോ സ്വഭാവം അതുപോലാണല്ലേ? എന്താണ് എന്നൊന്നും പറയാനില്ലേ? അല്ല സാധാരണ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ എന്തൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറ്റം കുറവൊക്കെ പറയണതാണല്ലോ. അല്ല വിഷയം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അത് ഗൗരിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഹോട്ടൽ തുടങ്ങിയില്ല, അതിനു മുമ്പേ തമ്മിത്തല്ലായി. അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ. എന്തോന്ന് അമ്മൂമ്മേ, അമ്മൂമ്മ എന്തിനാ ഇതൊക്കെ കാര്യമായിട്ട് എടുക്കണേ? പിന്നെ അമ്മായിയുടെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കറക്റ്റ് മുഖത്ത് നോക്കി ആള് പറയും. എനിക്ക് അല്ലേലും അറിയാം മമ്മായും ലച്ചു ഒരു പഞ്ചായത്താന്ന്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ചേരിയിൽ നിൽക്കണോ? അല്ല എന്നും ഇങ്ങനെ അങ്ങ് നിന്നാ മതി. അമ്മൂമ്മയ്ക്ക് എന്തോന്ന് അമ്മൂമ്മ? ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ടിട്ട് അമ്മൂമ്മയ്ക്ക് പിടിക്കണല്ലേ? ചേച്ചി കല്ലൂന് വിശക്കുന്ന നൂഡിൽസ് മതിയെന്ന്.
വിശക്കുണ്ടോ? ഒരു അരമണിക്കൂർ അമ്മ ഇപ്പം ഉണ്ടാക്കി തരാം കേട്ടോ. ഉണ്ടാക്കുമ്പോഴേ രണ്ടാൾക്ക് ഉണ്ടാക്കണേ. എടീ കള്ളിക്കുഞ്ഞമ്മേ, എനിക്ക് മനസ്സിലായി ഇത് ആരുടെ ഐഡിയാണെന്ന്. എന്തോ മനസ്സിലായി? സത്യം പറ, ആർക്കാ ഇപ്പൊ നൂഡിൽസ് വേണ്ടേ? കല്ലൂന്. കല്ലൂനാ? അതെന്റെ ഐഡിയ. എനിക്ക് മനസ്സിലായി നിന്റെ ഐഡിയാന്ന്. രണ്ടുപേർക്കും ഉണ്ടാക്കി തരാം കേട്ടോ. ആ കുഞ്ഞിനും തരാം നൂഡിൽസ്. കല്ലുമോളെ നീ വാ, അമ്മൂമ്മ എടുക്കാം. ഇരിക്കണം. ഇരിക്കണോ? ഇവിടെ ഇരുത്താം. പിന്നെ വേണ്ടേ അമ്മയും അമ്മായിയും പോലെ കല്ലുമോളും പാറുകുഞ്ഞമ്മയും ഒരു സെറ്റ് ആവണേ. അമ്മൂമ്മ എന്താ അമ്മൂമ്മ ഓരോന്നൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അമ്മൂമ്മ ആരായിട്ട് കൂട്ടുകൂടാത്ത ഞങ്ങളുടെ ഉഴപ്പാണോ? എടി അതിന് ഞാനെന്താ പറഞ്ഞു? ഇവർ രണ്ടുകൂടെ കൂട്ടാവണമെന്നല്ലേ പറഞ്ഞുള്ളൂ. നീ എന്തിനാ ലച്ചു ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? ഇനിയിപ്പോ ഉള്ള കുറ്റം മൊത്തം എന്റെ തലയിലിട്, ഞാൻ പോവാ. ലച്ചേച്ചി നിക്ക്, നൂഡിൽസ് ഉണ്ടാക്കി തന്നിട്ട് പോ. ഞങ്ങക്ക് പ്രാന്ത് പിടിക്കണു. ഇനി അമ്മായിക്ക് എന്താണാവോ കുഴപ്പം? ആ കുഞ്ഞാക്കെ പറഞ്ഞ് ശരിയാക്കുമ്പോ അടുത്ത ഉണ്ണിക്കുട്ടൻ തുടങ്ങും. ഉണ്ണിക്കുട്ടനെ പറഞ്ഞ് ശരിയാക്കുമ്പോ ആ കുഞ്ഞാക്ക തുടങ്ങും. ഇങ്ങനെ രണ്ട് ജന്മങ്ങള്. അതിന് ഇതൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണ എന്തിന്? ഈ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കില്ലേ, അതുപോലെ കണ്ടാ പോരെ. ഇതൊന്നും അങ്ങനെ വിചാരിക്കണ പോലെ അല്ല ലച്ചു. ഈ ശമ്പളം കൊടുത്ത് അവരവിടെ നിർത്തിയിരിക്കണം എന്തെന്നറിയാമോ? പെട്ടെന്ന് നമുക്ക് ഹോട്ടൽ തുടങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ കുക്കിനെ കിട്ടണമെന്നില്ല. അവനൊക്കെ എന്തോ കൊമ്പത്തെ ആൾക്കാരാന്നോ? പറ്റത്തില്ല, നിങ്ങൾ പറഞ്ഞു വിടണമെന്നേ. അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ. അമ്മൂമ്മ ഒന്നും പറയണ്ട, അതാ നല്ലത്. എന്റെ പൊന്നോ, ഒരു വിധത്തിൽ രണ്ടുപേരെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇതിന്റെ നടുക്കുന്ന കോംപ്രമൈസ് സ്റ്റോക്ക് നടത്തുന്ന കനാന്റെ സമയക്കണം കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും രണ്ടുപേർക്കും കരകാന്റിന് ഭയങ്കര കാര്യമാണ്. അരെ മുതലാളി, അവര് പറയുന്നതിനും കാര്യമുണ്ട് കേട്ടാ. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവൂ? റെന്റ് കൊടുത്ത് മുടിയത്തേ ഉള്ളേ. എത്രയും പെട്ടെന്ന് തുടങ്ങണ്ടേ? അയ്യോ പതുക്കെ മതിയെന്നേ. എന്തോ ഇപ്പൊ ഇത്ര ധൃതി? ആലോചിച്ച് തീരുമാനിച്ച് ഫിക്സ് ചെയ്ത് പിന്നെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് 2025 ആയതല്ലേ ഉള്ളൂ. ഇനിയും വർഷങ്ങൾ ഇഷ്ടംപോലെ കിടക്കുമല്ലയോ? അമ്മ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. അയ്യോ നിങ്ങളല്ലേ പറഞ്ഞേ ആലോചിച്ച് തീരുമാനിച്ച് പതുക്കെയൊക്കെ മതിയെന്ന്. എന്ത് നഷ്ടം വന്നാലും സഹിച്ചോളാമെന്ന്. അമ്മൂമ്മ കാര്യമ്മയെ കളിയാക്കിയതാ. മനസ്സിലായി. ആരെ പൈസ പോണെന്ന് ആലോചിച്ചാ കൊള്ളാം. ഇപ്പൊ എന്തരാണ് നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ ഇതിന്റെ ഇനാഗുറേഷൻ നടത്തുന്നു. ഓക്കെ അല്ലേ? അമ്മൂമ്മ ഹാപ്പി അല്ലേ? അയ്യോ എന്നോടൊന്നും പറയണ്ടായേ. ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ അത് മാത്രമേ കേൾക്കാൻ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാൻ പോന്നേ. കുഞ്ഞു വരുന്നോ? ബാ നമുക്ക് പോയേക്കാവേ. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോണ പോക്ക് നോക്കിക്ക്. എന്നിട്ടൊരു ഡയലോഗും ഞാനൊന്നും പറയുന്നില്ലേ. നന്നായിട്ട് അവസരം മുതലാക്കണുണ്ട്. അല്ല സംഭവമൊന്നുമില്ല. നമ്മൾ അമ്മൂമ്മയടുത്ത് ഈ അഡ്വൈസ് ചോദിക്കാത്തതിൻ്റെ ഭയങ്കര കലിപ്പുണ്ട് അമ്മൂമ്മയ്ക്ക്. സത്യം പറയുന്നതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നും അല്ല. അമ്മായി ധൈര്യമായിട്ട് ഇരിക്കും. അമ്മായി നമ്മളൊക്കെ കൂടിയില്ലേ? അതാണ് ആകെ ഒരു ആശ്വാസം. തനിക്കെന്താ വേണ്ട? നൂഡിൽസാ? എനിക്കും വേണം. അടി സോൾവായിട്ട് വന്നതാണ്, ക്ഷീണം കാണും. ഇതെന്താ എല്ലാരും മിണ്ടാതിരിക്കണം? ഇപ്പൊ ആർക്കൊന്നും പറയാനില്ലേ? ആർക്കൊന്നും പറയില്ലേന്ന്. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. ഒരാഴ്ചക്കകം നമ്മൾ ഹോട്ടല് തുടങ്ങിയിരിക്കും. കുഞ്ഞാക്ക, ഉണ്ണിക്കുട്ട, എനിക്കറിയാം നമ്മളെ സാലറി തന്നാലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. ഹോട്ടല് തുടങ്ങുമോ, ഇനി നിങ്ങൾക്ക് ജോലി ഉണ്ടാവോ, മനസ്സിലാവും നമുക്ക്. അതുകൊണ്ട് ഞാൻ ഉറപ്പ് തരണം, ഒരാഴ്ചക്കകം നമ്മൾ ഹോട്ടല് തുടങ്ങിയിരിക്കും. എന്ത് പറയണം? സന്തോഷല്ലേ? അല്ലേ? ഇപ്പൊ എനിക്ക് വിശ്വാസമായില്ലടാ. ഇജല്ലേ ഇവിടുന്ന് പോവാണ് ചാടി കളിച്ചിരുന്ന്. ഞാനാ ഗൗരി ചേച്ചി? ഇയാള് മിണ്ടരുത് മോളെ ഗൗരിയെ. ഒന്നും ഉണ്ടായിട്ടല്ല. അടുക്കളയും പാചകവും ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴേ നമ്മളെ കൈത്താക്കാണ്ട് പോകും. ആ ഒരു ടെൻഷനാണ്. யார் என்ன வேலை பண்ணாலும் ரொம்ப சின்சியரா பண்ணணும். കേട്ടില്ലേ? ரொம்ப സിൻസിയറാ பண்ணணும்ന്ന്. താൻ കുറെ നേരം എന്നിട്ട് അടിക്കണം. താൻ എന്റെ മുഖത്തേക്ക് പറഞ്ഞ എന്തിന്? എന്നെ കൊണ്ടാടാ ഈ പറയണൊക്കെ. എന്നെ കൊണ്ടാ തന്നെ ആയിരിക്കും പറയണത്. ഇതാണ് സിൻസിയറാ பண்ணணும், നല്ല രീതിയിൽ നീങ്ങണം, മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറയണം. എന്നെ ഉദ്ദേശിച്ചാ പറയണേ. എന്നെ ഉദ്ദേശിച്ചാണോ? തന്നെ ஒன்னு நிறுத்துங்க. இப்படி சண்டை போட்டா எப்படிதான் எல்லாமே முன்னோடு போகும்? അതൊക്കെ പോവും. ഇത് ഹോട്ടലൊന്ന് ഓപ്പൺ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളിങ്ങനെ ചർച്ച വഴി തിരിച്ചു വിടല്ലേ. കം ടു ദി പോയിന്റ്.
ശമ്പളം മേടിക്കുന്ന ആരായാലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തില്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കണം. പറഞ്ഞയക്കണം, പിരിച്ചു വിടുമാണോ? അതാണ്. താൻ വീണ്ടും വീണ്ടും എന്നെ നോക്കി പറയണത് എന്ത്? എടാ അന്നേം കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ പറയണത്. തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ. குஞ்சிக்கா உன்னிக்குட்டா சொல்றத கேளுங்க. இப்படி சண்டை போட்ட எப்படிதான் ஹோட்டல் ஆரம்பிக்கிறது? இனி ஹோட்டல் ஆரம்பிச்சு இப்படி சண்டை போடக்கூடாது. ഒരിക്കലും ഇല്ല. ഹോട്ടൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇതിന് നേരം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ പണിയായിട്ട് പോകും, ഓനോൻ്റെ പണിക്കും പോകും, അത്രേ ഉള്ളൂ. അതെ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഇന്നെ പുകയറ്റി പറയണമെന്നൊക്കെ. പിന്നെ നിങ്ങൾ പറയണ്ട, പറയാതിരിക്കുന്നതാണ് നല്ലത്. മുണ്ടരുത്, ഇതൊന്ന് വ്യക്തമാക്കി കൊടുക്കട്ടോടോ. ഗൗരിക്കുട്ടിയെ, എൻ്റെ മുതലാളിക്കുട്ടി കേൾക്കണം. ഞാൻ ഫ്രീ ആയി നിന്നതും നിങ്ങളെ ഈ ഹോട്ടലിൽ ഷെഫായി വന്നതും നിങ്ങളെ മഹാഭാഗ്യമാണ്. എന്താ അറിയോ, ഞാൻ പോയിട്ടുള്ള ഹോട്ടലുകളിലൊക്കെ ആ മുതലാളിമാരൊക്കെ വലിയ വലിയ സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. അത് അവരൊരു ഭാഗ്യമാണ്. എനിക്ക് അതിനൊരു ഭാഗവാക്കാൻ സാധിച്ചത് അതിലേറെ സന്തോഷമാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങളെല്ലാവരും എന്നെ മാക്സിമം യൂസ് ചെയ്യണം കേട്ടോ. എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. അതാണ്. നിങ്ങളെ സമ്മതിക്കണം. എന്താണ്? അയ്യോ എന്താണ്? എന്തായ്യോ ഒന്ന് ഈ ചങ്ങായി ഒരു കാലത്തും ഗതി പിടിക്കില്ലല്ലോ, വെറുതെ ഇരുന്ന് നെഗറ്റീവ് അടിച്ചിട്ട്. എന്റെ പൊന്നു, ഇത് എന്തിനാണ് നിക്ക് രണ്ടുപേർക്കും പ്രശ്നം? എനിക്ക് മനസ്സിലാവണില്ല. പ്രശ്നത്തിന് ഞാനില്ലേ പരിപാടി? അല്ല, എനിക്കല്ല എന്താ പറയുക, എനിക്ക് എങ്ങനെ അതേമാതിരി എല്ലാ വീട്ടിലും വന്നിട്ട് ചോറിനാനും ചായ അടിക്കാനും ബിസ്ക്കറ്റ് തിന്നാനും നിന്നെ കിട്ടൂല. നിങ്ങളെ തീരുമാനിച്ചോ, ഞാൻ പുറത്തുണ്ടാവും കേട്ടോ. ഗൗരിക്കുട്ടിയെ വാക്ക് പറഞ്ഞ വാക്കാ, ഞാൻ ഉണ്ടാവും ഹോട്ടലിൽ. ആ ചക്കനോട് ഒഴിവാക്കി കളികൾ. இங்கே ஒரு அறக்கணும் மாதிரி இருக்கு எனக்கு. അടുത്തത് എന്താണ് ഉണ്ണിക്കുട്ട? എന്തോന്നിത്? ഒരാൾ തെക്കോട്ടും മറ്റേ വടക്കോട്ടും നോക്കിയിരിക്കണത്. ഒരുമാതിരി ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ മറങ്ങുമ്പോൾ ഹസ്ബൻഡും വൈഫൂടെ അടിയുണ്ടാക്കിയിരിക്കുമ്പോൾ കേശുവാ, ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട്? എങ്ങനെ പോവുക? അതിവിടെ അടുത്ത് തന്നെ. എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ പോണേ? അല്ല, ഒന്നുമില്ല, ഒന്ന് അറിഞ്ഞു വെക്കാലോ. അത്രേ ഉള്ളു. അതെ അതെ, വേറെ ഒന്നുമില്ല. ഉണ്ണിച്ചേട്ടാ, എന്താ യേശു എന്തരാണ് ഇങ്ങനെ ഇരിക്കണേ? എടാ, ഇവിടെ നിന്ന് KSRTC സ്റ്റാൻഡ് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്? ഓട്ടോ വല്ലതും കിട്ടോ പോവാൻ? യേശു, ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര കിലോമീറ്റർ? അത് പറയേ. ഇവിടെ ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. ആണോ? ആ 3-4 കിലോമീറ്ററിനുള്ള KSRTC സ്റ്റാൻഡിലേക്ക് ഇയാൾ പോയിക്കോ. എനിക്കറിയാം പോവാൻ, നിങ്ങൾ പറയണ്ട. അങ്ങോട്ട് നോക്ക്, ഇതോണ്ട് മുതലാളിച്ചിയും വലം കൈയും വരുന്നു. നിങ്ങൾ എന്തരാന്ന് വെച്ചാൽ അങ്ങോട്ട് ചോര്. ബസ് സ്റ്റാൻഡിലോട്ടുള്ള ദൂരം, റെയിൽവേ സ്റ്റേഷനുള്ള ദൂരം അവർ പറഞ്ഞുതരും. വേണമെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലുള്ള ദൂരം കൂടെ ചോര് പറഞ്ഞുതരും. എന്താണ് പ്രശ്നം? ഏയ്, ഒരു പ്രശ്നമില്ല ചേച്ചി. ഇവർ രണ്ടുപേരും കൂടെ ഓരോ സ്ഥലത്തോട്ട് പോകാനുള്ള ദൂരം പറഞ്ഞു കളിക്കായിരുന്നു. ഒരു കുട്ടിയെ, ഞങ്ങളെന്നാ പോട്ടെ. എന്തൊക്കെ ഇത്ര ധൃതി? അവിടെ ഇരി. എന്താ? അല്ല, വെയിലൊക്കെ ആറിയിട്ടേ ചോറൊക്കെ ഉണ്ടിട്ട് നമുക്ക് പോവാം. വെയിലെന്താ പ്രശ്നം? ചൂടല്ലിക്ക. 24 മണിക്കൂറും അടുപ്പിന്റെ വേവ് കൊണ്ട് നിൽക്കണേ. എനിക്ക് എന്ത് ചൂട്, എന്ത് വെയില്. ഇതേ തീയിൽ കുരുത്തതാ, വെയിലത്ത് പാടൂല. സമയം മോശമാണെങ്കിലേ തീയിൽ നിന്ന് കത്തും. കണ്ടോ കേട്ടോ, ഉച്ചയ്ക്ക് നോക്കിയാ ഇങ്ങനെയുള്ള വർത്താനം എൻ്റെ അടുത്തുള്ളത്. ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നവരുടെ എല്ലാവരുടെയും അനുഭവം ഇതായിരിക്കും. എടാ, എനിക്കത് അഹങ്കരിക്കാനുള്ള വകുപ്പുണ്ട്. ഈ തെക്കൻ ജില്ലയിലും വടക്കൻ ജില്ലയിലെ ഒരുപാട് കല്യാണത്തിന് ബിരിയാണി വെച്ചാണ് കുഞ്ഞാക്ക. ഇന്നും അതിൻ്റെ മഹിമ നിലക്കുക. ഇന്ന് അംഗീകരിച്ചതാണ് ആൾക്കാർ. എനിക്ക് ഇഷ്ടം പോലെ എല്ലായിടത്തുനിന്ന് അംഗീകാരങ്ങളും അവാർഡുകളും കിട്ടുന്നുണ്ട്. അനക്കെന്ത് തേങ്ങടാ കിട്ടണേ? എന്റെ പൊന്നു കുഞ്ഞാക്കൊന്നും മിണ്ടാതിരിക്കോ? കുറെ സമയമായി ഇത് സഹിക്കാൻ തുടങ്ങിയിട്ട്. ആ ഹോട്ടൽ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ നിൽക്കണം ഞങ്ങള്. നല്ല രീതിയിൽ പോയാലും മോശം രീതിയിൽ പോയാലും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവുക. കുഞ്ഞൊക്കെ രണ്ടുപേരുടെ അടുത്തും കൂടെ ഒരു കാര്യം പറയാം. എന്താ? നമ്മളിവിടെ പല പരിപാടി നടത്തി പൊളിഞ്ഞ ടീംസാ. എന്റെ അച്ഛൻ ബാലേന്ദ്രൻ തമ്പി പുള്ളി ഉണ്ടല്ലോ, ഇവിടെ റോക്കറ്റ് വരെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ നോക്കിയ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ കടയ്ക്ക് സപ്പോർട്ട് ചെയ്ത മക്കളാണ് ഞങ്ങള്. ഇനിയിപ്പോ ഈ ഹോട്ടലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അതങ്ങ് കത്തിക്കും. മാമ മിണ്ടായി ചാച്ചി, ഒരൊറ്റ വാക്ക് പറ. ഇപ്പൊ തന്നെ ഹോട്ടൽ കത്തിച്ച് ചെയ്യാൻ വരാം. എന്തോ പറയണ നീ? പിന്നല്ല, പിന്നെ എത്ര ലക്ഷം കളഞ്ഞേക്കണ്. അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ അങ്ങ് പോയെന്ന് വിചാരിക്കും. ചേട്ടാ, അങ്ങനാണെങ്കിലേ കത്തിക്കുമ്പോഴേ അടുക്കളയുടെ പുറകിലില്ലേ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്, അത് മാറ്റിയിട്ട് വേണമെങ്കിൽ കത്തിച്ചോ.
എടാ നിങ്ങളൊക്കെ ഒന്ന് അടങ്ങടേ, ഇത് നമ്മളെ ബിസിനസ് ആണ്, കുറച്ച് ആവേശം കുറയ്ക്കണം. മക്കളെ 35 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. അതിൽ തന്നെ 350-ലധികം ഹോട്ടലിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെ ഒന്നും 1 വർഷത്തിലധികം ഞാൻ നിന്നിട്ടില്ല. കാരണം ഞാൻ എപ്പോഴാണ് വരിക, ഞാൻ എപ്പോഴാണ് പോവുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്നാ പിന്നെ ഇപ്പം പോക്കൂടെ, എന്തിനാ വെയിറ്റ് ചെയ്തിരിക്കണം? കണ്ടോ ഇവൻ ഇമ്മരത്തെ വർത്തമാനം കേട്ടോ എങ്ങനെയോട് നിൽക്കല് പിന്നെ അവിടെ. കുഞ്ഞാക്ക, നിങ്ങളെ നമുക്ക് പെരുത്തിഷ്ടാണ്, നിങ്ങൾ ഇവിടെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആയിക്കോട്ടെ, പറയണോണ്ടൊന്നും തോന്നരുതിട്ട് മോളെ. ഈ ഹോട്ടൽ മുതലാളിമാരെ വർത്തമാനത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. ഒരു നമ്മളെല്ലാം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് ചണ്ടിയാക്കിയിട്ട് പുറത്തേക്ക് അങ്ങോട്ട് എടുത്തിടും. അല്ല കുഞ്ഞാക്കല്ലേ കുറച്ചു മുന്നേ അകത്ത് വെച്ച് പറഞ്ഞത് കുഞ്ഞാക്കനെ മാക്സിമം ഉപയോഗിക്കണം എന്ന്. ആ യൂസ് ചെയ്ത കഥ തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഞാൻ പോണ്. നിങ്ങള് ഇവിടെ എന്തിനാന്ന് വെച്ചാൽ ചർച്ച ചെയ്തോ. പോലെ എന്തൊരു പോലെന്ന്, ഞാൻ പോവാ. ഏയ് ഇനി ഈ ഹോട്ടലിന്റെ കേസും പറഞ്ഞ് എന്നെ വിളിക്കല്ലേ. ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഉദ്ഘാടനം നടത്തുന്നത് കേട്ടല്ല. ഇനി ചർച്ച ഉണ്ടെങ്കിൽ എന്നെ വിളിക്കില്ല. നിനക്കെന്ത് പിടി ഇതിനെ പിടി. ഞാൻ പോണ്. ഇനി ആരും എന്നെ വിളിക്കില്ലേ. ചർച്ച ഹോട്ടലിലെ ചർച്ച ജമ്മം ചെയ്താൽ തീരത്തൊരു ചർച്ച. കുഞ്ഞാക്ക ആ വാ, ചോറ് കഴിക്കാം. എനിക്ക് വേണ്ട ചോറ്. ഞാനിങ്ങനെ എല്ലാ വീട്ടിലും ചായയും ചോറൊന്നും കുടിക്കാത്ത ആളാ. നിനക്ക് ചോറ് വേണ്ടടാ? വേണ്ടേ? കേറി പോടാത്ത്. സത്യം പറയട്ടല്ലേ ലച്ചു, എന്റെ ടെമ്പർ തെറ്റിയിരിക്കുകയാണ്. അപ്പൊ പിന്നെ എനിക്കാ. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടോ. നീ എന്തിനാണ് കേശു വെക്കുമ്പം ഹോട്ടൽ കത്തിച്ചളയെന്നൊക്കെ പറയണ? എടാ അവൻ പോയി ചെയ്ത് കളയോടെ. അവന് ഒറ്റ ബുദ്ധി എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി എൻ്റെ ഇടയിൽ. പിന്നെ ആ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞതാ, സോറി. ബാ എല്ലാം കണക്ക് തന്നെ. വേഗം വരികടോ. അനക്കോ ഇതാരെ കറി വെച്ച്? ആണോ? എരിവില്ല, പുളിയില്ല, ഉപ്പുമില്ല. നമ്മളൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? നമ്മള് പിന്നെ എന്തിനാ ഷെഫ് എന്ന് പറഞ്ഞ ഇവിടെ നിക്കണത് അല്ലേ? அடுத்த வாட்டி கேக்குறேன். ആ ചോദിച്ച് മനസ്സിലാക്കണം എല്ലാ കാര്യങ്ങളും. ഓക്കേ, நான் வேற ஒன்னு சொல்லவா? உள்ளுக்குள்ள இருந்து அவங்க பேசினதெல்லாம் கேட்டீங்க தானே? நம்மளுக்கு தேவையான விஷயம் என்னது? ஷமா. நம்ம ஹோட்டல்ல யாரும் யாருக்கும் மேலே இல்ல கீழே இல்ல, நம்ம எல்லாரும் ஒரே ലെവൽ സ്റ്റാഫ് தான். ആ പറഞ്ഞതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഞാനൊരു സീനിയർ ഷെഫാണ്. ഇതുവരെ ഇവന്റെ പണി എന്താന്ന് ഇവിടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇവരെ ഇന്നും കൂടി ഒരുമിച്ച് ചേർത്ത് വെക്കല്? അത് നടക്കൂല. அதுக்கு என்ன, எல்லாரையும் ஒரே மாதிரி பார்க்க நம்ம கத்துக்கணும். എന്ത് കണ്ടിട്ട് കത്തിന്? കനക ചേച്ചി എഴുതി വെച്ചോ, നമ്മുടെ ഹോട്ടലിൽ ഇയാൾ 2 വെള്ളിയാഴ്ച തയ്ക്കൂല. ചേച്ചി നോക്കിക്കോ. കേട്ടോ ഇങ്ങനത്തെ വൃത്തിയട്ട വർത്താനം അവന്റെ വായിന്ന് വരുന്നത്. ഒന്നിനും ഒരു സീനിയർ ഷെഫല്ലേ ഞാൻ, അതിനുള്ള ബഹുമാനം എനിക്ക് തരണ്ടേ? ചുമ്മാ കിടന്ന് സീനിയർ ഷെഫ് തള്ളണാണ്. ഏതാ പൊട്ട ചായക്കടയിൽ പോയി 10-15 ചായ അടിച്ചിട്ട് വന്നിരുന്നാണ് ഈ സീനിയർ ഷെഫ്. ഇതോടെ അങ്ങനത്തെ ഒലക്ക വർത്താനോട് വരുന്നിട്ടോ. കുട്ടിക്കറിയോ, ഞാനൊരു പേര് കേട്ട ബിരിയാണി കുടുംബത്തിന്റെ അംഗമാണ്. എന്തോന്നാണ് ഇവിടെ? சீனியாரிட்டி விஷயம் போயிட்டு இருக்கு. ஒருத்தர் பெருசாம் ஒருத்தர் சின்னதா அந்த விஷயம். എന്റെ പൊന്നു കുഞ്ഞാക്ക, നേരത്തെ ഇതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടല്ലേ അകത്ത് കയറി പോയത്? അതൊന്നല്ല വിഷയം. അപ്പൊ എന്റെ കുടുംബക്കാരെ പറ്റി പറയാൻ തുടങ്ങിയാണ്. എന്നോട് മാപ്പ് പറയാതെ ഞാൻ ഇവിടെ നിൽക്കൂല. കേശോ ഇജ്ജ് വടക്കോട്ടുള്ള വണ്ടിന്റെ സമയം നോക്കടാ. നിങ്ങൾക്ക് വരെ പണിയില്ല, ചേട്ടാ മാപ്പ് പറയാൻ നടക്കാം. ഞാൻ മാപ്പൊന്നും പറയൂല. ഇവ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞാലേ ഞാൻ എടുക്കുള്ളൂ. ഞാൻ പോവും. നിങ്ങൾ പോയി. പിള്ളേരെ പോലെ നിങ്ങൾക്ക് പ്രായവും പക്വതയും ലോകപരിചയം ഒക്കെ ഉള്ള ആളല്ലേ, നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചൂടായോ? പഞ്ഞിക്കേ കുഞ്ഞാക്ക നിങ്ങളെ കയ്യൊന്നും പോയപ്പോ ഇത് കയ്യിൽ നിന്ന് മൊത്തം. എന്തായാലും ഇപ്പൊ മാപ്പ് പറയാതെ ഞാൻ ഇവിടെ നിൽക്കൂല. പിന്നല്ലാതെ ഞാൻ മാപ്പ് പറയൂല. നിന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളല്ലയോ, നീ ഒരു മാപ്പെന്ന് പറഞ്ഞേര്. അമ്മച്ചി, ഞാൻ റോഡിൽ കൂടെ പോണ പട്ടിയുടെ അടുത്താണെങ്കിലും മാപ്പ് വയ്ക്കാം. ഇയാളുടെ അടുത്ത് ഞാൻ ചോദിക്കില്ല. ഇയാളെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അഹങ്കാരിയാണ്. കേട്ടോ ഇങ്ങനെയുള്ള വർത്താനാ പറയണത്. പിന്നെ എങ്ങനെ ഇവനെ ചേർത്ത് വെക്കുന്നേ? ഞാൻ പോവാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പൊ ഞാൻ നിൽക്കൂല. കേശോ ഈ വടക്കുള്ള ട്രെയിനിന്റെ സമയം നോക്കടാ. കേശു, നീ തെക്കോട്ടുള്ള ട്രെയിൻ സമയം നോക്കടാ. கொஞ்சம் நிறுத்துறீங்களா? ஒரு ஹோட்டல் ஆரம்பிக்கிறது எவ்வளவு கஷ்டம் தெரியுமா? ஆரம்பிக்கிறதுக்கு முன்னாடி அவங்க சம்பளம் தராங்கல்ல, എന്നിട്ട് നമ്മൾക്ക് അതെല്ലാം തില്ല. സണ്ട இப்படி சண்டை போட்டா எப்படிதான் ஹோட்டல் வரும்? അല്ല ഇപ്പൊ നിങ്ങൾ നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞല്ലോ. ഈ ഹോട്ടലിനടുത്ത് ലാഭം കിട്ടിയ നിങ്ങളോട് കൊണ്ടുപോകില്ലേ? അപ്പോൾ ഞാൻ കിച്ചണിൽ തന്നെ എനിക്ക് നിങ്ങൾ വാരി കൊരുത്തരോ? കുഞ്ഞാക്ക മതി, നിർത്തിക്കോ. ഇനി 1 മിനിറ്റ് പോലും ഇവിടെ നിൽക്കണ്ട. കോഴിക്കോടോ കണ്ണൂരോ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ. നിങ്ങളുടെ സേവനം ഇവിടെ മതി. നല്ല തീരുമാനം ചേച്ചി. ഇത് മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. നിന്റെ അടുത്തും കൂടെയാണ് പറയണ. കൊല്ലത്തോ തിരുവനന്തപുരത്തോ പത്തനംതിട്ട എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ. ഇനി ഇവിടെ നിൽക്കണ്ട നീയും. ഗൗരി ഞാൻ കൂടെ. നിങ്ങൾ മധുരയ്ക്കാ ചെന്നൈക്കാ നാഗർകോവിൽ എങ്ങോട്ട് വേണമെങ്കിലും പോ ചേച്ചി. ഗൗരി ആന്റി, അത് അമ്മായി ആ ടെമ്പറിൽ പറഞ്ഞതാ, സോറി.
അല്ല നിങ്ങളെന്താ നോക്കിക്കൊണ്ടിരിക്കുന്ന പോണില്ലേ? പൊക്കോ, എനിക്ക് ഇങ്ങനെയുള്ള പണിക്കാരിന് ആവശ്യമില്ല. അതായത് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂറിനുള്ളിൽ ട്രിവാൻഡ്രത്തോട്ട് LS ഉണ്ട്, 1/2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോടോട്ട് പരശുരാം പോകും. ചേച്ചി കാര്യമായിട്ട് പറഞ്ഞാണോ? ആ, കാര്യമായിട്ട് പറഞ്ഞാണ്. മനസ്സിലായില്ലേ? പൊക്കോ, എനിക്ക് നിങ്ങളെ ആവശ്യമില്ല ഇനി. ഇത്രയും പറഞ്ഞിട്ട് കിടന്ന് ചിരിക്കുന്നു. കരയിലായിരുന്നു. ചേച്ചി കുഞ്ഞിക്ക് കരയണം. അതിന് എനിക്കും കരച്ചിൽ വരും. എന്നാ കൂടെ കരഞ്ഞു. ഗൗരി ജീവിക്കാനുള്ള കൊതിയോട്ട് ചോദിക്കാണ്, ഞങ്ങളെ പറഞ്ഞയക്കാതിരുന്നൂടെ ഇവിടെ? ചേച്ചിയും കൂടെ പറഞ്ഞു വിട്ടാ ഞങ്ങള് പെരുവഴിയിലായി പോവും. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഹോട്ടലിൽ പോയിരുന്ന് കരഞ്ഞോ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഗൗരിക്കൊരു കാര്യം അറിയോ, ഞാനൊരു പാവാണ്. ആവേശം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ അങ്ങ് പോവെന്ന്. വെറുതെ ബാക്കിയുള്ള എനർജി വേസ്റ്റ്. അമ്മായി, ഓ, ഇവരെയൊക്കെ വെച്ച് നമ്മൾ എങ്ങനെ ഹോട്ടൽ എടുത്തെന്നാണ് പറയണേ? ഒരു പിടിയില്ലടാ. വരണ്ടത്ത് വെച്ച് നോക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.